ഹെഡ്ഫോൺ ഉള്ളവരെല്ലാവരും ഹെഡ്ഫോൺ യൂസ് ചെയ്ത് വാച്ച് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് റാഷിദ് എം എന്ന ഒരു സുഹൃത്താണ്. കാറ് ഇടതുവശത്ത് കൂടെ എങ്ങനെ ഓടിക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോയിൽ അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് റൗണ്ട് അബൌട്ടിൽ എങ്ങനെ വാഹനം ഓടിക്കാം എന്നാണ്. സോ ഇന്നത്തെ വീഡിയോ റൗണ്ട് അബൌട്ടിൽ എങ്ങനെ വാഹനം ഓടിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റൗണ്ട് അബൌട്ട് എന്ന് പറയുന്നത് നോർമലി ഒരു സർക്കിൾ, ആ സർക്കിളിലോട്ട് നിരവധി ഡയറക്ഷനിൽ നിന്ന് റോഡുകൾ വന്നു ചേരുന്നു. ആ റോഡുകളിൽ നിന്ന് എല്ലാം വാഹനങ്ങൾ വന്നു ചേരുന്നു. എന്നിട്ട് ഏത് ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഏത് റോഡിലോട്ടാണ് നമുക്ക് പോകേണ്ടത് അത് ആ സർക്കിളിൽ കൂടെ ഓടിച്ച് നമ്മൾ തീരുമാനിച്ച് ആ സർക്കിളിൽ കൂടെ തന്നെ ഓടിച്ച് നമ്മൾ പുറത്തിറങ്ങണം. സോ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ കറക്റ്റ് ലൈനും ഇൻഡിക്കേറ്ററും യൂസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. സോ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് PSC DVD എന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, റൗണ്ട് അബൌട്ടിൽ വീഡിയോ ഒരു കാറിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഓൾറെഡി വളരെ ട്രാഫിക്കുള്ളൊരു സ്ഥലമാണ്. അവിടെ നമ്മൾ ക്യാമറ യൂസ് ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ അപകടങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ പൂർണ്ണമായിട്ടും ഒരു ആനിമേഷൻ വീഡിയോയുടെ സഹായത്തോടെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. കൂടാതെ ഗൾഫ് രാജ്യങ്ങളിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും വാഹനങ്ങൾ റൈറ്റ് സൈഡിൽ കൂടെയാണ് ഓടിക്കുക. അവിടെ നമ്മൾ ഈ പറയുന്ന രീതിയിലായിരിക്കില്ല വാഹനം ഓടിക്കുക. അതുകൊണ്ട് തന്നെ ഈ രീതി നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്ന രീതി അവിടെ ഫോളോ ചെയ്യരുത്, അവിടെ മറ്റു രീതിയായി. സോ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏകദേശം റൗണ്ട് അബൌട്ട് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നവരിക്കാണ്. ഒരു സർക്കിളിന് ചുറ്റും പല ഡയറക്ഷനിൽ വാഹനങ്ങൾ വരുന്നത്. ആദ്യം തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് വാഹനം ഓടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്ന് നോക്കാം. എയിൽ നിന്ന് ബിയിലോട്ടാണ് നമുക്ക് പോകേണ്ടത് എങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ലെഫ്റ്റ് ട്രാക്കിൽ കൂടെ പരമാവധി വരാൻ ശ്രമിക്കുക. ലെഫ്റ്റ് സൈഡിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വാഹനം റൗണ്ട് അബൌട്ടിലോട്ട് ഇറക്കുക. വാഹനം ഇറക്കുന്നതിന് മുമ്പ് റൈറ്റ് സൈഡിൽ റൗണ്ട് അബൌട്ടിൽ വാഹനങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ഇപ്പോൾ ഒരു വാഹനമുണ്ട്, ആ വാഹനം പോയി കഴിയുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ആ വാഹനം പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് മെല്ലെ ശ്രദ്ധിച്ച് വാഹനം B എന്ന റോഡിലോട്ട് ഓടിച്ചു പോകും. ഇത് വളരെ എളുപ്പമാണ്. ലെഫ്റ്റ് സൈഡിൽ കൂടെ ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റിൽ നിന്ന് വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തി നമ്മൾ ഓടിച്ചു പോകും. ഇനി സ്ട്രെയിറ്റ് ആണെങ്കിലോ നമുക്ക് നേരെ മുന്നോട്ട് എയിൽ നിന്ന് സിയിലോട്ടാണ് പോകേണ്ടതെങ്കിലോ പരമാവധി നമ്മൾ റൈറ്റ് സൈഡിലെ ട്രാക്കിലൂടെ വരിക. ഇവിടെ ഇൻഡിക്കേറ്റർ ഇടേണ്ട ആവശ്യമില്ല, നമ്മൾ നേരെ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. വാഹനം റൗണ്ട് അബൌട്ടിലോട്ട് ഇറക്കുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ റൈറ്റ് സൈഡിൽ റൗണ്ട് അബൌട്ടിൽ വല്ല വാഹനങ്ങൾ ഓൾറെഡി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നാണ്. അത്തരം വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഇപ്പോൾ വേറെ വാഹനങ്ങൾ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് വാഹനം ഓടിച്ചിറക്കാവുന്നതാണ്. നമ്മൾ വന്നിരിക്കുന്ന ട്രാക്ക് റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ സെൻട്രൽ ട്രാക്കിലൂടെയാണ്. നമ്മൾ നേരെ വാഹനം ഓടിച്ചിറക്കുന്നു. ഇപ്പോൾ നമ്മൾ മറ്റൊരു സാഹചര്യത്തിലാണ്. ഏകദേശം B എന്ന സൈഡിൽ നിന്ന് 2 വാഹനങ്ങൾ റൗണ്ട് അബൌട്ടിലോട്ട് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ആ വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റൈറ്റ് സൈഡിലാണ്, നമുക്കാണ് കൂടുതൽ പ്രയോറിറ്റി തരേണ്ടത്. അതുകൊണ്ട് തന്നെ ആ വാഹനങ്ങൾ നോർമലി അവിടെ നിർത്തും. എങ്കിൽ കൂടി ആ വാഹനങ്ങളുടെ ബിഹേവിയർ, ആ ഡ്രൈവർമാർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നോർമലി അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇനി C എന്ന റോഡിലോട്ടാണ് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ലെഫ്റ്റിലോട്ടുള്ള ഇൻഡിക്കേറ്റർ ഏകദേശം ഇവിടെ വെച്ച് ഇടണം. ഇതിനർത്ഥം നമ്മൾ തൊട്ടടുത്ത റോഡിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് പോകുന്നത്. ഇത് വളരെ ചെറിയ റോഡും നമ്മൾ ഏകദേശം വളരെ സ്ട്രെയിറ്റും ആണെങ്കിൽ ലെഫ്റ്റിലോട്ടുള്ള ഇൻഡിക്കേറ്റർ ഇടേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ നമ്മുടെ റോഡ് കുറച്ച് വലിപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓടിക്കുന്ന സമയത്ത് Dയിലോട്ട് അല്ല പോകുന്നത്, Cയിലോട്ടാണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഇൻഡിക്കേറ്റർ ഇടണം. അങ്ങനെ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് മഞ്ഞ കാർ, യെല്ലോ കാറിൻ്റെ ഫ്രണ്ടിലൂടെ, ആ 2 കാറിൻ്റെയും കൂടി ഫ്രണ്ടിലൂടെ നമുക്ക് ഓടിച്ച് പോകണം. ഇപ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാം, ഒരു റെഡ് കാർ വന്നിരിക്കുന്നു യെല്ലോ കാറിൻ്റെ അടുത്തായിട്ട്. ആ കാറ് ലെഫ്റ്റിലോട്ടാണ് ഇൻഡിക്കേറ്റർ ഇട്ട്, അതിനർത്ഥം അത് B എന്ന റോഡിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ യെല്ലോ കാറിന് ഇനി റൗണ്ട് അബൌട്ടിലോട്ട് ഇറക്കുന്നതിന് പ്രശ്നമില്ല. നമ്മുടെ വാഹനം C എന്ന റോഡിലോട്ട് ഓടിച്ചു പോകുന്നു, യെല്ലോ കാറും മറ്റേ കാറും റൗണ്ട് അബൌട്ടിലോട്ട് ഇറങ്ങുന്നു. അവർ രണ്ടുപേരും
വേണ്ട രീതിയിൽ ഇൻഡിക്കേറ്റർ ഇട്ട് അവർക്ക് വേണ്ട ഡയറക്ഷനിലോട്ട് വാഹനം ഓടിച്ചു പോവുകയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആ വാഹനങ്ങൾക്ക് വേണ്ട രീതിയിൽ മറ്റു വാഹനങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ആ യെല്ലോ കാർ എങ്ങനെയാണ് ഓടിച്ചു പോയത് എന്ന് നോക്കാം. യെല്ലോ കാർ അത് ബി എന്ന റോട്ടിൽ നിന്ന് എ എന്ന റോട്ടിലോട്ടാണ് പോകുന്നത്. ആദ്യം തന്നെ അത് റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടതിൻ്റെ അർത്ഥം അത് എയിലോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വാഹനം അതിൻ്റെ റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. ആ വാഹനത്തിനാണ് പ്രയോറിറ്റി. ആ വാഹനം പോകുന്നവരെ അത് അവിടെ വെയിറ്റ് ചെയ്യുന്നു. ആ വാഹനം പോയതിന് ശേഷം റൈറ്റിലോട്ടുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് റൗണ്ട് അബൌട്ടിനോട് ചേർന്ന് വാഹനം ഓടിച്ച് പോരുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു റെഡ് കാറിനെ വെയിറ്റ് ചെയ്യാതെയാണ് നമ്മൾ ഓടിച്ചിറങ്ങിയത്. കാരണം അത് ബിയിലോട്ടായിരുന്നു പോകുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഡിയിൽ നിന്ന് വരുന്ന വാഹനം യെല്ലോ കാറിന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. കാരണം റൗണ്ട് അബൌട്ടിൽ ഡിയെ സംബന്ധിച്ചിടത്തോളം അത് റൈറ്റ് സൈഡിലായിരുന്നു. ആ വാഹനം പോയി കഴിഞ്ഞിട്ടാണ് ഡിയിൽ നിന്ന് വന്ന വാഹനം റോഡിലോട്ട് ഇറക്കുന്നത്, അല്ലെങ്കിൽ റൗണ്ട് അബൌട്ടിലോട്ട് ഇറക്കുന്നത്. അങ്ങനെ നമ്മൾ ബിയിൽ നിന്ന് എയിലോട്ട് വാഹനം ഓടിച്ചു പോയിരിക്കുകയാണ്. നമുക്കൊന്നും കൂടി അത് ശ്രദ്ധിച്ച് നോക്കാം. കൂടെ ആ കാറിൻ്റെ കൂടെ വരുന്ന കാറ് ഡിയിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ചിടത്തോളം അത് സ്ട്രെയിറ്റ് ആണ്, ഇൻഡിക്കേറ്റർ ഇടേണ്ട ആവശ്യമില്ല. ആ വാഹനം സ്ട്രെയിറ്റ് ആയതുകൊണ്ട് തന്നെ അത് നേരെ ഓടിച്ചു പോകുന്നു. ആ വാഹനം ഡിയിലോട്ടും യെല്ലോ വാഹനം എയിലോട്ടും വാഹനം ഓടിച്ചു പോയി. ഇനി നമുക്ക് ആ റെഡ് കാർ അതിന് ഒരു 270 ഡിഗ്രിയാണ് തിരിയേണ്ടത്. ബിയിലോട്ടാണ് റെഡ് കാർ പോകുന്നത്. റൗണ്ട് അബൌട്ടിൽ വന്ന് വാഹനങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം റൗണ്ട് അബൌട്ടിലോട്ട് ഇറക്കുന്നു. റൈറ്റിലോട്ടുള്ള ഇൻഡിക്കേറ്റർ ഇട്ടിട്ടാണ് വരുന്നത്. ഡിയിൽ നിന്ന് വരുന്ന വാഹനം റൗണ്ട് അബൌട്ടിൽ റെഡ് കാർ പോകുന്നവരെ വെയിറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. നമ്മുടെ റെഡ് കാറ് ഏകദേശം എയുടെ പാതി എത്തുമ്പോൾ ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇടുന്ന കാണാം. ഇപ്പോൾ ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് ബി എന്ന റോഡിലോട്ട് ഓടിച്ചു കയറ്റുന്ന കാണാം. കൂടാതെ അത് ഫോളോ ചെയ്യുന്ന ട്രാക്കും അത് ഏകദേശം റൈറ്റ് സൈഡിലെ ട്രാക്കാണ് ഫോളോ ചെയ്യുന്നത്. അതും നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. ഇനി നമുക്കൊരു യു ടേൺ എടുക്കുന്ന വീഡിയോ കാണാം. റൗണ്ട് അബൌട്ടിൽ യു ടേൺ എടുക്കുന്നത്. അതിന് മുൻപ് നമുക്കൊരു സ്ട്രെയിറ്റ് പോകുന്ന ഒരു വാഹനം ഡിയിൽ നിന്ന് ബിയിലോട്ട് പോകുന്ന സമയത്ത് എങ്ങനെയുള്ളത് എന്നും കൂടി നോക്കിയിട്ട് പോകാം. നമ്മൾ വരുന്നു, ഒരു വാഹനം നമ്മുടെ മുന്നിലുണ്ട് അല്ലെങ്കിൽ റൗണ്ട് അബൌട്ടിലുണ്ട്. അത് പോകുന്നവരെ വെയിറ്റ് ചെയ്യുന്നു. അതിൻ്റെ പുറകെ നമ്മൾ വാഹനം ഓടിക്കുന്നു. ഇതുവരെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുന്നു. നമ്മൾ ലെഫ്റ്റിലോട്ടുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു. നമ്മൾ ബി എന്ന റോഡിലോട്ട് ഓടിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു യു ടേൺ എടുക്കുന്നത് നോക്കാം. അതായത് ഡി എന്ന റോഡിൽ നിന്ന് വന്ന് തിരിച്ച് ഡി എന്ന റോഡിലോട്ട് തന്നെ തിരിച്ച് പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നും കൂടി നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്, എപ്പോഴും നമ്മൾ റൗണ്ട് അബൌട്ടിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ യെല്ലോ വാഹനമുണ്ട്. അത് പോയി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പുറകെ നമ്മൾ വാഹനം ഓടിച്ചിറക്കുന്നു. റൈറ്റിലോട്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുള്ളത്. നമ്മുടെ സർക്കിളിനോട് പരമാവധി ചേർന്ന് ഓടിക്കാൻ ശ്രമിക്കുന്നു. ഏകദേശം സിയുടെ പാതി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ചേഞ്ച് ചെയ്യുന്നു. ഡി എന്ന റോഡിലോട്ട് ഓടിച്ചു പോകുന്നു. ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. നമ്മൾ റൗണ്ട് അബൌട്ടിൽ വരുന്നു. വാഹനങ്ങൾ പോയി കഴിയുന്നവരെ വെയിറ്റ് ചെയ്യുന്നു. ആ സർക്കിളിനോട് ചേർന്ന് റൈറ്റ് സൈഡിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വാഹനം ഓടിക്കുന്നു. സി എന്ന റോഡിൻ്റെ പാതി എത്തുമ്പോൾ നമ്മൾ ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ മാറ്റുന്നു. ശ്രദ്ധിച്ച് വാഹനങ്ങൾ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഡിയിലോട്ട് ഓടിച്ചു പോകുന്നു. ഇനി എപ്പോഴെങ്കിലും ലൈൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, റൗണ്ട് അബൌട്ടിൽ നിന്ന് ലൈൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ വേണ്ട രീതിയിൽ ഇൻഡിക്കേറ്റർ ഇട്ട് വാഹനങ്ങൾ പുറകിൽ നിന്ന് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ശ്രദ്ധിച്ച് ലൈൻ ചേഞ്ച് ചെയ്യും.
ഗിയർ മാറ്റുമ്പോൾ എന്തിനാണ് ക്ലച്ച് ചവിട്ടുന്നത്? അല്ലെങ്കിൽ റിവേഴ്സ് ഗിയറിലിടുമ്പോൾ വാഹനം എങ്ങനെയാണ് പുറകോട്ട് പോകുന്നത്? ഇത്തരം ഡൗട്ടുകൾ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.